നമസ്കാരം സർ. നമസ്കാരം സർ, ഇന്നത്തെ സമൂഹത്തിൽ ഇതെല്ലാം എൻ്റെ വിധിയാണ്, വിധിയെ പഴിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അതായത് ജാതകവശാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജാതകത്തിൽ 2 വിവാഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വിധിയാണത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകളും, ആദ്യത്തെ ഒരു മാരേജിൽ ചെറിയ വിഷയങ്ങളുണ്ടായാൽ തന്നെ ആ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് എനിക്ക് രണ്ടാമത്തെയേ ശരിയാവുള്ളൂ എന്ന് മനസ്സിനെ ഉറപ്പിച്ച് പറഞ്ഞു പഠിപ്പിച്ച് അതിലേക്ക് മനഃപൂർവ്വം നയിക്കപ്പെടുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. അതേപോലെ ഈ രാഹുവിൻ്റെ അപഹാരമാണ്, കേതുവിൻ്റെ അപഹാരമാണ്, കണ്ടകശനിയാണ്. അപ്പോൾ ഇത് സംഭവിച്ചത് ഇതുകൊണ്ടിട്ടാണ്, എൻ്റെ ജാതകവശാലുള്ള ദോഷം നിലനിൽക്കുന്നതുകൊണ്ടിട്ടാണ് ഇത് സംഭവിച്ചത്, ഇതെൻ്റെ വിധിയാണ് എന്ന് സങ്കല്പത്തിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഇതിനെ സൈക്കോളജി പരമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാടുണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. അതായത് ഇങ്ങനെ എൻ്റെ വിധി ആണെന്നും അല്ല ജാതകത്തിൽ പറഞ്ഞത് പ്രകാരം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിങ്ങനെ അനുഭവിക്കുന്നു, എൻ്റെ ഈ ജീവിതകാലം ഇങ്ങനെ പോകുന്നു, അങ്ങനെ ആശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അത് നല്ലതിനും കൂടെയാണ്. ചിലരെങ്ങനെ ഉണ്ട്, എൻ്റെ വിധി എൻ്റെ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാനത് കാരണം ഈ ഭാര്യയെ സഹിക്കുന്നു, അല്ല ഭർത്താവിനെ സഹിക്കുന്നു, അല്ലെങ്കിൽ മക്കളിങ്ങനെ ആകുമെന്നറിയാം. അത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതം താളത്തിൽ കൊണ്ടുപോകാൻ ഉപകരിക്കുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അത് വളരെ ദുസ്സഹമാണ്. മനുഷ്യരുടെ ചിന്താഗതികൾ മാറി. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഇതാണ്, ഇന്നത്തെ ദിവസം തന്നെയാണ്. ഒരിക്കലേ ഉള്ളൂ ഇതേപോലുള്ളൊരു ജീവിതം. നാളുകളിലുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കേസ്. അപ്പോൾ ഈ ജീവിതത്തിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ജന്മാവകാശം എന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ജന്മാവകാശത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതർത്ഥത്തിൽ ഓരോ വ്യക്തികൾക്ക് എന്തെല്ലാം ആണോ ഇപ്പോഴത്തെ ഡ്രോബാക്ക്, കുറവ്, അതിനൊക്കെ പരിഹരിക്കാനുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണതിലോട്ട് എത്തിയിട്ടില്ല, അല്ലെ എത്തിയിട്ടും പരിശ്രമിക്കുന്നില്ല. അതിനെയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വിധിയെ പഴിചാരിക്കുന്നത്. വിധി എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡെഫിനേഷനുണ്ട്, ഒരു നിർവചനം, അത് മറക്കാതിരുന്നാൽ മതി. ഇതാണ് വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. എന്താണ് കർമ്മഫലവും കാഴ്ചപ്പാടും? ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് എന്തോ അതിൻ്റെ പിന്നിലൊരു കർമ്മം നടന്നിട്ടുണ്ട്. അതെ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കാറുണ്ട്, കോസ് ആൻഡ് എഫക്റ്റ്. ഇപ്പോഴത്തെ എഫക്റ്റ് ഒരു കോസ് ഉണ്ട്, ആ കോസിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസ്. അത് പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തൊന്നും ആയിരിക്കണമെന്നില്ല ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ അനുഭവിക്കുന്ന ചില കേസുകൾ. അതായത് എനിക്ക് കുറേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, ദുരിതമാണ്, അതിൻ്റെ കാരണം ഞാൻ എടുത്ത വഴി ശരിയായില്ല, അല്ല അന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. ബുദ്ധിക്ക് മനസ്സിലാവും, അത് പോട്ടെ ഇനിയും കറക്റ്റ് ചെയ്താൽ മതി. അതൊക്കെ ബുദ്ധി ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റർവെൻഷൻ എന്ന് പറയും, അതിലൂടെ മനസ്സിലാക്കാം. അത് വിസിബിൾ എഫക്റ്റ് എന്ന് പറയും. അല്ല ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നു, വേണ്ട മാർക്ക് കിട്ടിയില്ല, അല്ലെ തോറ്റുപോയി, ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതാണ്. അപ്പോൾ രണ്ടാമത് ആ കർമ്മത്തെ നമ്മൾ ബുദ്ധിപൂർവ്വം ആ കർമ്മത്തെ ചെയ്ത് പരിഹരിക്കണം. അതിനെ പറഞ്ഞ താൻ പാതി ദൈവം പാതി എന്ന് പറയും. തൻ്റെ പാതി എടുക്കണം. ഇതല്ല പലരുടെയും പ്രശ്നം. ഇതൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ നല്ല ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വിധി അനുവദിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ വരുന്നു. അത് ഇൻവിസിബിളാണ്, പക്ഷെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നു, പക്ഷെ സംഭവിക്കുന്നു. ആ ബ്ലോക്കിനെയാണ് കാർമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് വന്നപ്പോഴേ കൊണ്ട് സഞ്ചിത കർമ്മമുണ്ട്, ജനിതകമുണ്ട്, പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ ആർജിച്ചതുമുണ്ട്. ഈ 3 ഏരിയയിലും കൂടെ അകത്തേക്ക് കണ്ടാമിനേഷൻ വന്ന് നമ്മുടെ ഓറ ബ്ലോക്കാവും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വരും. അതിന് പല വേദനകരം പല ഘടകങ്ങളും ആസ്പെക്ട്സും ജീവിതത്തിൽ വരുന്നു. അതൊരു പക്ഷേ വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം. നിങ്ങൾ അനുഭവിക്കാനുള്ള അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഉള്ള കാർമിക് എഫക്റ്റിനെ മറികടക്കാൻ നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് നല്ല രീതിയിലുള്ള ചാർജ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പഴയതിനെ മറികടക്കാം. അപ്പോൾ വിധി എന്ന് വെച്ചാൽ കർമ്മഫലവും കാഴ്ചപ്പാട്. ഇപ്പോൾ അനുഭവിക്കുന്ന കർമ്മഫലം നെഗറ്റീവാണ്, നമുക്ക് ദുഃഖം ഉണ്ടാകുന്നതാണ്, ദുരനുഭവമാണ്. അതിനെ മറികടക്കാൻ ഇനിയുള്ള കാഴ്ചപ്പാട് മാറ്റുക. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊടുക്കുന്നത് സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, അത് കൂടുതൽ കൊടുത്താൽ സഞ്ചിത ജനിതക ആർജിത കർമ്മത്തിൽ വന്ന എഫക്റ്റിനെ മറികടക്കാം. ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. കാരണം നമ്മൾ കുറെ കർമ്മത്താൽ ബന്ധിതരാണ് എന്നുള്ളത് പലപ്പോഴും പലർക്കും മനസ്സിലാകുമായിരിക്കും. പക്ഷെ ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ ഇതെങ്ങനെയാണ് ഇതിന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. അതിനാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മദോഷത്തെ ഹീൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു റാന്തലുള്ളിൽ കരി പിടിച്ചിരിക്കുന്നു, അതിന് അകത്ത് വെട്ടമുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. പുറത്തെല്ലാം ഉണ്ട്, കാഴ്ചയില്ല. അപ്പോൾ ഇതെടുത്ത് കളയണ്ടേ?
അതിനാണ് സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ്. ഞാനൊരു ഹീലറാണ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തൊട്ട് ഇങ്ങനെ വരുന്നവരെ അവരുടെ കാർമിക് എഫക്റ്റ് എന്തെന്ന് ബോധ്യപ്പെടുത്തി ഹീൽ ചെയ്ത് കളയും. എന്നിട്ട് സ്വയം ചെയ്യാൻ പഠിപ്പിക്കും. അവനും തന്നെ അവനവൻ്റെ കാര്യം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ വിധിയെ നമുക്ക് മറികടക്കാം. പുതിയ ആശയങ്ങൾ കിട്ടി തുടങ്ങുന്നു, പുതിയ ഐഡിയാസ് വരുന്നു, പുതിയ രീതിയിലൊരു റിയൂനേഷൻ, ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കണമെങ്കിൽ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല. കാരണം ചില ബ്ലോക്കുകൾ അവരെ അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ള അറിവുകൾ അവരിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് ബൈബിളിലൊരു കോട്ട് പറയാറുണ്ട്, നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യരല്ല, അനവധി, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുവും. കാണാൻ പറ്റാത്ത ശക്തിയെ, വിധിയെ മറികടക്കാൻ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള ആ ഒരു സൈൻ എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത്, അത് ഒരു യോഗപാതയിൽ എത്തുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. ചിലപ്പോൾ ഒരു ടെസ്റ്റ് വായിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ, ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും. ഒരു നിമിത്തമാണ് ആകുന്നത്. അപ്പോൾ മുതൽ നമ്മളെ തിരിച്ചറിയാം, നമ്മുടെ റിസോഴ്സിനെ കണ്ടെത്താനായിട്ട്, ഇത്രയും നാളത്തെ കണ്ടാമിനേഷനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹീലിംഗ്, നമ്മൾ സെൽഫ് ഹീലിംഗ് എടുക്കണം. നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ തന്നെ അത് ക്ലിയറായി പിന്നെ ഡെയിലി ചിട്ടപ്പെടുത്തി കൊടുക്കും. അതിലൂടെ തന്നെ ഒരു റിജുനേഷൻ, റീപ്രോഗ്രാമിംഗ് ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വിധിയെ മറികടക്കാൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിൽ നമ്മൾ പല ഉപാധിയിലൂടെ ചെയ്തു പോരുന്നത് തന്നെയാണ്. ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ പ്രാണിക് ഹീലിംഗ്, റേക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഹീലിംഗിന്റെ തന്നെ പല രൂപങ്ങളുണ്ട്, വേർഷൻസ് ഉണ്ട്. ഇപ്പൊ സാറ് ഏത് രീതിയിലുള്ള ഹീലിംഗ്? ഞാൻ സ്പിരിച്വൽ ഹീലിംഗ് ആണ് എടുക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു നമ്മൾ പറയാം ദശമൂലായിഷ്ടം എന്ന് പറയും, എല്ലാം കണ്ടത്. റേക്കി എന്ന് പറഞ്ഞാലും എന്താ, റേ എന്ന് വെച്ചാൽ പ്രപഞ്ചം, കീ എന്ന് വെച്ചാൽ ശക്തി. പ്രപഞ്ചശക്തിയെ തന്നെയാണ് എല്ലാ ഹീലർമാരും ചെയ്യുന്നത്. അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് റേക്കി തന്നെയാണ്. ആൾക്കാർ ഇത് വലിയ സംഭവമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മിസ്ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഉള്ള ശക്തിയെ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ചില ഹീലിംഗ് സ്വയം പഠിക്കുക. ഞാനത് പഠിപ്പിക്കുക ചെയ്യുന്നത്. സ്പിരിച്വലി നമ്മുടെ ബാധ സ്വയം ഒഴിവാക്കി കളയാനും നമ്മുടെ എനർജി കേന്ദ്രങ്ങളെ എങ്ങനെ ഹീൽ ചെയ്യണം, അതിനുള്ള ഒരു പ്രോഗ്രാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി, പിന്നെ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യണം. നമ്മുടെ ശരീരം കുളിക്കുന്നത് പോലെ തന്നെ. ശരീരം കുളിച്ചാൽ എന്താ, നല്ലോണം നമ്മൾ എനർജിക്കായിട്ട് നിൽക്കുന്നു ബോഡി. ശരീരത്തിൻ്റെ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞ പോലെ ഈ ഏരിയയിലും നല്ല രീതിയിലുള്ള റിജുനേഷൻ, ഇത്രയും നാളത്തെ കണ്ടാമിനേഷൻ എടുത്ത് കളയുക. ഇനിയും വരാതിരിക്കാൻ നമ്മൾ തന്നെ ചെയ്യണം. ശരീരത്തിന് നമ്മൾ 10-15 മിനിറ്റ് കുളിക്കാൻ എടുക്കുന്നെങ്കിൽ അത്രയും സമയം തന്നെ മതി. ഡെയിലി അതൊന്ന് അപ്ഡേറ്റ് ചെയ്താലോ, എല്ലാ ദിവസവും നമുക്ക് നല്ല ദർശനങ്ങൾ കിട്ടും. നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നു, നമ്മുടെ ഓറ ബിൽഡപ്പ് ആകുന്നു, നമ്മളിലേക്ക് അട്രാക്ഷൻ കൂടുന്നു, നമുക്ക് കാണേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ വിധി മാറുന്നത്. ആ വിധിയെ മാറ്റിയെടുക്കാൻ ഈ മനുഷ്യന്മം കിട്ടുമ്പോഴും ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ. സാറ് പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് സെൽഫ് ഹീൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും സാറ് കൺസൾട്ടേഷൻ അല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. 1 ഡേ പ്രോഗ്രാമായിട്ട് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് എന്നാണ്. ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ്. സ്വയം അവനവനെ റിജുനേറ്റ് ചെയ്ത് അവനവൻ പഠിക്കുക. ഈ സത്യത്തിൽ ഇത് അറിഞ്ഞില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദേവാലയങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് തന്നെയാണ്. അവിടെയും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയല്ലേ അപ്ഡേറ്റ് ആയിട്ട്. നമ്മുടെ ചിന്തകളെ മറ്റൊരു റൂട്ടിലൂടെ ക്ലെൻസ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളാണ് അവിടെ പോയി സ്വീകരിക്കുന്നത്. ക്ഷേത്രങ്ങളിലും സത്യത്തിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഹീൽ ചെയ്യുന്നു, നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, ക്ലെൻസ് ചെയ്യുക, ചാർജ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ സ്വയം പഠിച്ച് ചെയ്യുക, സ്വയം പഠിക്കുന്നു. ഓക്കെ, നമുക്കിത് അറിഞ്ഞില്ലെങ്കിൽ അറിയുന്ന പലരും നമ്മളെ പറ്റിക്കും. ഇത് തന്നെ. ഓക്കെ, ഇപ്പൊ പല രീതിയിലുള്ള എനർജി ഹീലേഴ്സ് ഉണ്ട്. പക്ഷെ ആക്ച്വലി സാർ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ചില ഹീലിംഗ് ടെക്നിക്സ് ഒന്നും ചിലർക്ക് അത് സ്യൂട്ട് ആവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സത്യം തന്നെയാണോ? അതായത് ഇവർക്ക് ശരിയായ രീതി, ചിലർക്ക് ഈ ചക്രകളിലെ വ്യത്യാസങ്ങളുണ്ടാവും. എനർജി ഫീൽഡാണ് ചക്രകൾ. ചിലയിടത്ത് ചില രീതിയിലുള്ള ഹീലിംഗ് മെത്തേഡുകൾ ശരിയാവില്ല. അപ്പം പലയിടത്തും ഇപ്പോൾ ഓൺലൈനായിട്ട് കണ്ട് ചില കൊച്ചു ഷോർട്ട് കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഡയറക്റ്റ് പോയി ഹീലർമാരാകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം അലൈൻമെൻറ്റ് തെറ്റാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി സ്വയം നമ്മൾ അറിഞ്ഞ് ചെയ്യുക, അവനവൻ പഠിച്ച് അവനവൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതിന് നല്ലൊരു മെൻറ്റർഷിപ്പിലൂടെ എടുത്ത ആർക്കും നല്ലൊരു ഹീലറാകാനും സാധിക്കും സ്വയം തന്നെ. നമ്മൾ ഈ സ്വയം ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചിന്താഗതികൾ മാറുകയും അതേപോലെ ഈ ജാതകദോഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അല്ലേ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡ് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാക്കാനും മറികടക്കാനും സാധിക്കും. ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും എല്ലാം കിട്ടും. പിന്നെ ആ മൈൻഡ് അത്രയും ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു മെന്റൽ പീസ് എന്ന് പറയുന്നത് നമുക്ക് നിലനിർത്താൻ സാധിക്കും. യെസ്, അതാണ് ഇന്നർ ഹീൽ. ഇത് തന്നെയാണ് നമ്മൾ പുറമേ പോയിട്ട് ആശ്വാസന പോകുന്നത്. അതെ, അത് സ്വയം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ വേറെ കിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടി ചെയ്യുന്നു നമ്മളെ മനസ്സിലാക്കുന്ന അത്രയും വേറെ ആരും മനസ്സിലാക്കത്തില്ല. ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ നിർത്തിയിട്ട് കാര്യമില്ല. അവരും കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. അതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ
കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല.